ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ചക്കയപ്പമാണ് ഉണ്ടാക്കുന്നത്. ചക്ക വച്ചിട്ട് ഒരുപാട് തരത്തിൽ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ 2 തരത്തിൽ ഒരേ ചേരുവകൾ വച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് കഴുകി വെള്ളം മാറ്റിയിട്ട് എടുക്കാം. ഇതാ ഞാൻ പച്ചരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചക്കയാണ്. ഞാൻ എടുത്തിട്ടുള്ള വരിക്ക ചക്കയാണ്. നിങ്ങൾക്ക് വരിക്കയാണെങ്കിലും കൂഴനാണെങ്കിലും എടുക്കാവുന്നതാണ്. നല്ല പഴുത്ത വരിക്ക ചക്കയാണിത്. കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഞാനിവിടെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാണെങ്കിൽ എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എനിക്കിത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ചക്കയെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാ ചക്കയും ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതാ ഞാൻ എടുത്ത ചക്കയിൽ നിന്ന് 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം. പകുതി പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൽ പകുതി പച്ചരി ഞാൻ ആദ്യം അരയ്ക്കുന്നുണ്ട്. ഓക്കെ, പച്ചരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചക്കപ്പഴം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഞാനിനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം നമുക്ക്. ഇത് അരിയെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ ജാറിൽ തന്നെ നമുക്ക് ബാക്കി പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ചക്കപ്പഴമാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ചക്കപ്പഴം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇത് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുള്ളത് ഫില്ലിംഗ് വച്ചുണ്ടാക്കാനും അല്ലാതെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഫില്ലിംഗ് വച്ചുണ്ടാക്കുന്നതിൽ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. മറ്റേതിൽ ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം.
അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചക്കപ്പഴത്തിന് ഞാനിവിടെ 1 1/2 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 1/2 കപ്പ് തേങ്ങയും ഞാൻ ചേർക്കുന്നുണ്ട്. ഫില്ലിംഗാണ്. ഫില്ലിങ്ങിന് ഞാൻ കുറച്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ ശർക്കരയും ചക്കപ്പഴവും വച്ചപ്പോൾ തന്നെ പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ ഇലയുടെ ഉണ്ടാക്കിയ സമയത്ത് ഈ ഇലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊരിയണി ഇല എന്നാണ് ഇവിടെ പറയുന്നത് ഇതിന്. ഞങ്ങൾ ഇലയപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ഇലയാണിത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാഴയില എടുത്താലും മതി. അതിലേക്ക് ഞാൻ കുറച്ച് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഓക്കെ. നിങ്ങൾ വാഴയിലയാണ് എടുക്കുന്നതെങ്കിൽ അതെന്തായാലും വാട്ടേണ്ടതുണ്ട്. ഓക്കെ, കഴുകിയിട്ട് വാട്ടിയെടുക്കുക. ഇത് ഈ ഒരു ഇലയാണെങ്കിൽ വാട്ടേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ തുറു വയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതായത് തേങ്ങയും ശർക്കര കുറച്ച് കൂടുതലും ഇട്ടിട്ടുള്ള ആ മാവിലാണ് തുറു വയ്ക്കാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ആദ്യം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കാം നമുക്ക്. അതുപോലെ നമുക്ക് ഓരോന്നും ചെയ്ത് വയ്ക്കാം. ഫില്ലിംഗ് വെക്കാത്ത ഇലയപ്പം എല്ലാം ഇവിടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി മാറ്റി വെച്ചിട്ട് അടുത്ത ഫില്ലിംഗ് ഉള്ളത് തയ്യാറാക്കാം. നേരത്തെ പോലെ തന്നെയാണ് ഇല വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മാവ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കാം.
ഫില്ലിംഗ് വച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് വേവിക്കാം. നമ്മുടെ ചക്ക ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ചക്ക ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫില്ലിംഗ് വയ്ക്കാത്തതാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അടുത്തിന് ഞാൻ ഫില്ലിംഗ് വച്ചത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പമാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച്, അതായത് തേങ്ങയും ശർക്കരയും അരിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് അരയ്ക്കാൻ പറയുന്നത്. ഓക്കെ, ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. രണ്ടും വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.